സുരേന്ദ്രേട്ടാ, നിങ്ങൾക്കൊരു ചായ എടുക്കട്ടെ? നിങ്ങക്ക് ചായ വേണോന്ന്? എന്തിപ്പോ ചായ സൽക്കാരത്തിന്റെ ചർച്ച കേട്ടിട്ട് നിങ്ങളും പേടിച്ചോ? ഇവിടെ നിയമസഭയില് ചായ സൽക്കാരത്തിനെ പറ്റി വമ്പൻ ചർച്ച നടന്നുത്രേ. ദില്ലിയിലൊന്നും ഒരു ചായ കൂടി ഒരു വിഷയമേ അല്ല. ചായ പാർട്ടി നല്ലോണം നടക്കൂല്ലേ? മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ നടന്ന ചായ പാർട്ടിയിലേ ഒരു കൈകോർക്കല് നടന്നു എന്നാണ് ചെന്നിത്തല പറയണത്. ആരെങ്കിലും ചായ കുടിച്ച് കൈ കോർക്കും? അതില്ല, പക്ഷെ ചായയുടെ മറവില് ഒരു കൈകോർക്കല് നടന്നു എന്നാണ് മൂപ്പർ നിയമസഭയിൽ വരെ പറയണത്. കൈ കോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ്. നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഒരു ചായ കുടിച്ചാൽ ഇത്ര പ്രശ്നമാവുന്നുണ്ടെങ്കിലേ എല്ലാരും അങ്ങോട്ട് വിളിച്ചാൽ മതി ആ ചായ സൽക്കാരത്തേക്ക്. നിർമ്മല സീതാരാമൻ ജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചത് കൊണ്ട് അതൊക്കെ രാഷ്ട്രീയത്തില് ഉള്ള ഒരു നടപ്പ് മര്യാദകൾ മാത്രമാണ്. ആ നടപ്പ് മര്യാദ ഇപ്പോ നിയമസഭയിൽ വരെ ചർച്ചയായി. രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ. അല്ല, ഇതിലിപ്പോ ഇവര് പറയണ പോലെ വല്ലതും നടന്നോ? ഒരു ചായ കുടി, അതിനപ്പുറം ഒന്നുമില്ല. ശരിക്കിപ്പോ ആരാ ചായ കാച്ചിയത്? പിണറായി വിജയനെ ആ KV തോമസ് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു കലാപരിപാടിയാണ് ഇതൊക്കെ. ആ കലാപരിപാടിക്കാണ് കൈകോർക്കൽ കലാപരിപാടി എന്ന് ചെന്നിത്തല പേരിട്ടത്. കൈകോർക്കൽ ആര് തമ്മിലാണ്? ആരങ്ങള് പറയും? ഇവര് തമ്മിലല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ കലാപരിപാടി അറിയില്ലേ? ഞങ്ങൾ തമ്മിൽ എന്ത് കൈകോർക്കാനാ? അല്ല, ഗവർണർ ഇട്ട പാലത്ത് കൂടെ മുഖ്യമന്ത്രി പോയി എന്നാണ് ഇവിടെ പലരും പറഞ്ഞു നടക്കുന്നത്. ഗവർണർ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ടീ പാർട്ടിയിലും ഗവർണർ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചായ കുടിക്കാൻ വരുമ്പോ ഗവർണറെ ഒരു ചായ കുടിക്കാൻ വിളിച്ച. അല്ല, എങ്ങനെയാണെങ്കിൽ ചായ കുടിക്കേണ്ടിയിരുന്നില്ല. അപ്പൊ ഗവർണർ ഒരു ചായ കുടിച്ചതുകൊണ്ട് അതിപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ്. പക്ഷെ ഈ ചായയിലേ ചായപ്പൊടിക്ക് പകരം രാഷ്ട്രീയം കലർത്തിന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. കേരളത്തിന്റെ MPമാരെ ഗവർണർ ചായ സൽക്കാരത്തിന് വിളിച്ചു. കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്തു. എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. സ്വാഭാവികമായിട്ടും അപ്പൊ ഒരു ചായ കുടിക്കും. അപ്പൊ ഇത് സ്വാഭാവികമാണ്. ചെന്നിത്തല സാറേ, അപ്പൊ ചായയിൽ നിങ്ങൾ സംശയിക്കണ്ടെന്ന്. ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ചായ കൊടുത്ത് കൈകോർക്കാൻ പ്ലാനുള്ളവര് ചായ സൽക്കാരം ചർച്ചയായ സ്ഥിതിക്ക് എന്തൊക്കെ കൊടുത്തിട്ടാണ് കൈകോർക്കാന്ന് കാത്തിരുന്ന് കാണാം.